നമ്മൾ മൂഞ്ചിരിക്കുന്ന അവസ്ഥയിൽ പൂക്കി ഫിൽറ്റർ വളരെ നല്ലതാണ്. ഇപ്പം ഞാൻ എന്താ ചെയ്തതെന്നറിയോ? 10 സെക്കൻഡ്. ഇത് ഓണാവുന്നില്ലല്ലോ. ഓക്കെ, ലാസ്റ്റത്തെ സ്റ്റെപ്പ് നമുക്ക് ചെയ്യാം. അന്നേരം കയ്യിലാകെ ഉണ്ടായിരുന്ന പൈസ എടുത്തിട്ട് ഞാനൊരു സാധനം അപ്ലൈ ചെയ്തു ഒരു എക്സാമിന്. ഈ എക്സാമിന് ഞാൻ ഇപ്പോൾ ഒരു 2 തവണ ഞാൻ മുന്നേ എഴുതിയിട്ടുണ്ടാവും. 4 തവണ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ അകത്ത് 2 തവണ ഞാൻ എഴുതിയിട്ടുള്ളൂ. അപ്പോഴൊക്കെ ഞാൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഞാൻ വിചാരിക്കും, ഓക്കെ ഇനി ഞാൻ പഠിക്കും, ഫ്രം 0 to ഹീറോ ആവും എന്നൊക്കെ വിചാരിച്ച് ഞാൻ പോവും. പക്ഷെ ഞാൻ മൂഞ്ചും. ഇപ്രാവശ്യം അങ്ങനെ ആവാനാണ് സാധ്യത. ബട്ട് അതുകൊണ്ടാണ് ഞാൻ വിചാരിക്കുന്നത് ഞാൻ എന്നെ തന്നെ ഒന്ന് ഡോക്യുമെൻറ്റ് ചെയ്തിട്ട് എല്ലാ ദിവസത്തെ അപ്ഡേറ്റ്സ് ഞാനിങ്ങനെ ഇടാമെന്ന്. അപ്പോൾ അതാകുമ്പോൾ യൂട്യൂബിലൊരു കണ്ടൻറ്റും ആവും, നമുക്ക് നമ്മളെ തന്നെ ഒരു അനലൈസിങ്ങും ആവുമല്ലോ. പിന്നെ എൻ്റെ അമ്മ അച്ഛൻ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്കുള്ള വീഡിയോ അല്ല കേട്ടോ. അപ്പോൾ ടുഡേ ഈസ് ഡേ 0 ഓഫ് മൈ ആപ്ലിക്കേഷൻ. നാളെ ഡേ 1. നമ്മളെ മുന്നിൽ 2 മാസമുണ്ട്. 2 മാസം കംപ്ലീറ്റ് ഉണ്ടോയെന്ന് അറിയില്ല, ബട്ട് 2 മാസം വയ്ക്കാം. ചിലർക്കൊക്കെ കിട്ടിയിട്ടുണ്ടാവും ഞാൻ എന്താ എഴുതാൻ പോണേന്ന്. ബട്ട് സ്റ്റിൽ സസ്പെൻസ് ആയിട്ടിരുന്നോട്ടെ കിട്ടാത്തവർക്ക്. രസല്ലേ? പൂക്കി ഫിൽറ്റർ കൊള്ളാം കേട്ടോ, കൊള്ളാം. ഒരു എസ്തെറ്റിക് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ബൈ, ഗുഡ് നൈറ്റ്. ഇത്രയേ ഉള്ളൂ. ടാറ്റാ.